അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെ ആങ്ങളെ അതാ ഷെഫി ഉസ്താദിനെ മെസ്സേജ് അയക്കുന്നു. അതെ, തൻ്റെ പെങ്ങൾ വന്ന വിവരമെങ്കിലും ഒന്ന് പറയാൻ. അതെ, കുഞ്ഞ് സുരക്ഷിതമാണ് എന്തെങ്കിലും പറയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ സീനത്തിൻ്റെ ആങ്ങളെയാണ് അളിയാ. പിന്നെ നമുക്കൊരു സമാധാനമുള്ള വാർത്ത എന്ന് വെച്ചാൽ സീനത്തിനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അതിലേറ്റവും ഒരു സന്തോഷകരമായൊരു കാഴ്ച അങ്ങ് കാണാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവൾ ഒരു വീട്ടിൽ സുരക്ഷിതയായിരുന്നു എന്ന് മാത്രമല്ല, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരു പോറൽ പോലെ ഏറ്റിട്ടില്ല. അത് വളരെയധികം സേഫ്റ്റിയാണ്. അവർ പറഞ്ഞു, ഡോക്ടറെ കാണിച്ചിരുന്നു, അതിന് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അളിയാം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ശരിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവളെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും, കാരണം അങ്ങനത്തെ രീതിയിലൊക്കെ സഞ്ചരിച്ച പെണ്ണായതുകൊണ്ട് തന്നെ. പക്ഷേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും അത് വല്ലാത്തൊരു സന്തോഷം. എത്രയൊക്കെ തന്നെയായാലും കുഞ്ഞ് ഷെഫിൻ്റെ കുഞ്ഞല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ അവളെ സംരക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഒന്നും വിഷമിക്കണ്ട കേട്ടോ, കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും വിചാരിക്കണ്ട. എന്തായാലും പ്രസവം കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം കേട്ടോ. കാരണം അവളിങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി ഒരിക്കലും അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് പ്രസവം കഴിയുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഡൈവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഒന്നും കുഴപ്പമില്ല. അതുവരെ ഒന്ന് എന്തായാലും നിങ്ങളുടെ കുഞ്ഞല്ലേ കേട്ടോ. ഞങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഞങ്ങൾ അവളെയും കുഞ്ഞിനെയും ഞങ്ങൾ എന്താ പറയുക, രക്ഷിക്കാൻ വേണ്ടി നോക്കും. യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അന്ന് തഹജ്ജുദിന് അതാ ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട സഹറ ബത്തൂലിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. അല്ലാഹ്, അൽഹംദുലില്ലാഹി ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. പഠിച്ചോനെ, അതെ, തൻ്റെ കൂടെ കിടക്കുന്ന അതെ സഹറ ബത്തൂൽ അവളെ നോക്കിക്കൊണ്ട് ഒരു നിമിഷം ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി. പാവൻ്റെ പെണ്ണ്. അല്ലാഹ്, എല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ്. എനിക്ക് വേണ്ട എന്ത് ത്യാഗം സഹിക്കാനും അവൾ തയ്യാറാണ്. അതെ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായും നമുക്കതിനെ നോക്കണം, സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയാണ് അവൾക്കുള്ളത്. പാവം മോള്. ഉസ്താദ് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി ഉളൂഹ് ചെയ്ത് വന്നു. ഉളൂഹ് ചെയ്ത് വരുമ്പോഴുള്ള കൈകളിലെ ആ വെള്ളം പതുക്കെ കുടഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട സഹറ ബത്തൂലിൻ്റെ മുഖത്തേക്ക്. ഒരു നിമിഷം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉണർന്നു. അൽഹംദുലില്ലാഹി ലദി അഹ്യാനാ ബഅദ മാ അമാതനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലേറ്റായോ? ഇല്ല. ഉസ്താദ് നമസ്കരിക്കാൻ നിന്നു. അതെ, അവളും കൂടെ കൂടി. പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി ഉയർന്നു കേൾക്കുമ്പോൾ ഒരു നിമിഷം അവളത് ശ്രദ്ധിച്ചു. എന്നാൽ സുബഹിൻ്റെ സമയമായപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിന്ന് പോയിരുന്നു. എന്നാൽ അദ്ദേഹം ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ തന്നെയാലും വന്നിട്ടേ ഫോണിൽ തൊടൂ, അതും അത്യാവശ്യമെങ്കിൽ മാത്രം. അല്ലാതെ ഉറങ്ങി എണീറ്റ് ഉടനെ ഫോണിൽ നോക്കുന്ന ശീലം ഉസ്താദിന് ഇല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം അർജൻറ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഉസ്താദ് പള്ളിയിൽ പോയി ദുആ ചെയ്തു. പടച്ച റബ്ബിനോട് ഒരുപാട് അല്ലാഹ് റഹ്മാനെ, സന്തോഷം സമാധാനമുള്ള വാർത്തകൾ നീ കേൾപ്പിക്കണേ അല്ലാ, വിഷമങ്ങൾ നീ തരല്ലേ അല്ലാ. അതെ, ഉസ്താദിന് ഭയമായിരുന്നു. കാരണം ഒരിക്കൽ ആ ഒരു വാർത്ത അത് ഏതൊരു ഭർത്താവും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ്. ഏതൊരു ഭർത്താവിനും, അതായത് തൻ്റെ ജീവനും തുല്യം സ്നേഹിക്കുന്ന പെണ്ണ് അതെ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ ഒപ്പം പോയി എന്ന് പറയുമ്പോൾ ഒരാണിനും അത് സഹിക്കാൻ കഴിയില്ല. ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും. അത് വല്ലാത്തൊരു ഷോക്കായിരിക്കും. അതെ, ദുനിയാവിൽ പരാജയപ്പെട്ടതിന് തുല്യമായിരിക്കും ആ ഒരു വാർത്ത. അല്ലാ, അതുപോലുള്ള വാർത്തകൾ എന്നെ നീ കേൾപ്പിക്കല്ലേ അല്ലാ, എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ല. അവൻ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഉസ്താദ് ഖുർആൻ പാരായണം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരാൻ നേരം വൈകിയാൽ തന്നെ അവർ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കും. സെർവൻസും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോഴേക്കും അതെ, തൻ്റെ പ്രിയപ്പെട്ട പുതുമാരൻ വരുന്നത് അവൾ ആകാംക്ഷയോടെ അത് നോക്കിയിരിക്കും. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ടവർ വരുന്നുണ്ട്.
അവൾ വേഗത്തിൽ താഴേക്ക് ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിക്കും. അസ്സലാമു അലൈക്കും യാ ബത്തൂൽ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അത് സ്നേഹത്തോടെ അദ്ദേഹം തന്നെ ഒന്ന് പുൽകും. അത് വല്ലാത്തൊരു ആശ്വാസമാണ് അവൾക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ അങ്ങയുടെ മുഖത്ത് ഒരു വല്ലായ്മ? ഒന്നുമില്ലടി. ഞാൻ പടച്ച റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കും, അള്ളാഹുവെ പരീക്ഷണങ്ങളിൽ എന്നെ പെടുത്തല്ല അല്ലാ, എനിക്ക് താങ്ങാൻ കഴിയില്ല അല്ലാ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങേക്കിനി പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടനായ ദാസനാണ് അങ്ങ്. അതെ, തെറ്റുകളായിട്ടൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏതൊരു അവസരത്തിലും എനിക്ക് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ് കണ്ണില്ലാത്ത എന്നെ, കണ്ണിന് കാഴ്ചയില്ലാത്ത എന്നെ നിങ്ങൾ സ്വീകരിച്ചത്. അതെ, എൻ്റെ പെണ്ണിൻ്റെ കണ്ണൊരു തെറ്റും, കണ്ണും കൊണ്ടൊരു തെറ്റും കാണരുത് എന്നുള്ളൊരു വാശി അല്ലേ മോളെ? എന്താ ചെയ്യാം, എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എനിക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. അതെന്തൊക്കെ തന്നെയാലും അതെ, പടച്ച റബ്ബി എനിക്കായിട്ട് തന്നതാണ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അപ്പോഴേക്കും അവർക്ക് ഫുഡിനുള്ള സമയമായി. രണ്ടുപേരും ഫുഡും കഴിച്ച് നേരെ ബെഡ്റൂമിലേക്ക് പോയി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനരികിൽ അല്പസമയം അവളിരുന്നു. ഇന്ന് ക്ലാസ് ഇല്ലല്ലേ? ആ, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ നേരെ ക്ലാസ് റൂമിലേക്കായിരിക്കുമല്ലോ. എന്താ ക്ലാസ് മടുത്ത മോളെ? ഏയ് ഇല്ല, അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ മൊഴിമത്തുകളും എനിക്കിഷ്ടമാണ്. അത് പെറുക്കിയെടുക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെ, അതിനു വേണ്ടി ഒരുപാട് ഡയറീസ് ഞാൻ എഴുതി കഴിഞ്ഞു. അങ്ങയുടെ വാക്കുകളെല്ലാം ഞാനതിൽ കുറിച്ചു കഴിഞ്ഞു. അപ്പോൾ നീ ഒരു വലിയ മതപണ്ഡിത ആകുവാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ലെങ്കിലും എനിക്കും ആഗ്രഹമുണ്ട്. ദീൻ പഠിക്കണം, അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിൻ്റെ പ്രബോധനം അത് ഏറ്റെടുക്കണം. അറിവില്ലാത്ത ഒരുപാട് സ്ത്രീകൾക്ക് അറിവ് നൽകണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. എൻ്റെ മോളിപ്പോൾ ഖുർആൻ ഒക്കെ മുഴുവനായിട്ട്, അതെ മാഷാ അല്ലാ അൽഹംദുലില്ലാ, അത് ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് പറയുവാൻ വേണ്ടി കഴിയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. മാഷാ അല്ലാ. അതെ, ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് ദീനിന് ആവശ്യം. അതെ, ദീനിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന പെൺകുട്ടികൾ. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ഫോണിനെടുത്ത് മോളെ. ഉസ്താദിൻ്റെ കയ്യിൽ സഹറബത്തുൽ ഫോൺ എടുത്തു കൊടുത്തു. ഇതയക്കാം. വാട്സപ്പ് തുറന്നു നോക്കി. അതെ, സീനത്തിൻ്റെ ബ്രദറിൻ്റെ ഒരു വോയിസ് കണ്ടു. ഹലോ ഉസ്താദേ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ഈ ഒരു വോയിസ് വിടാൻ കാരണം എന്താന്ന് വെച്ചാൽ സന്തോഷകരമായൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ, സേഫ്റ്റിയോട് കൂടി അതെ കുഞ്ഞുണ്ട്. ഞങ്ങൾ സീനത്തിനെ ഇന്നലെ വന്ന് കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനും അവൾക്കും. ആ വോയിസ് കേട്ട ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം സഹറ ബത്തൂൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങേക്ക് എന്തു പറ്റി? അങ്ങേക്ക് എന്താ? ഒന്നുമില്ലടി, ഞാൻ പറഞ്ഞ കാര്യം അത് അൽഹംദുലില്ലാ മാഷാ അല്ലാ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതറിയാൻ കഴിഞ്ഞു മോളെ. സഹറ ബത്തൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവളോട് കാര്യം പറഞ്ഞപ്പോൾ അവളും പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുവേ റഹ്മാനെ, നീ എത്ര കാരുണ്യവാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങേക്ക് പോകാം. അതെ, അവളെ വേണമെങ്കിൽ സംരക്ഷിക്കാം, കുഞ്ഞിനെ സംരക്ഷിക്കാം. അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് ഷെഫി ഉസ്താദിൻ്റെ മുഖം വല്ലാതെ അങ്ങ് ചുവന്നു. എന്താ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയോ? ബത്തൂൽ, ഞാൻ അതിനെക്കുറിച്ചിപ്പോൾ ചിന്തിച്ചിട്ടില്ല. പിന്നെന്താണ് അങ്ങ് ഇത്രമാത്രം വിഷമിച്ചത്? ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് സേഫ്റ്റിയാണെന്നറിഞ്ഞതിൽ സന്തോഷം. അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് അവൾക്ക് ചെലവിന് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങ് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അവർക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ. സത്യമായിട്ടും എനിക്ക് അവളെ സംരക്ഷിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഒന്നുമില്ല. തീർച്ചയായും നിങ്ങളത് സംരക്ഷിക്കുക തന്നെ വേണം. ബത്തൂൽ, എന്തൊക്കെ വേണമെങ്കിലും അവർ ചെയ്യട്ടെ, പക്ഷേ ഇനിയൊരിക്കലും സീനത്തിൻ്റെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, സത്യമായിട്ടും എനിക്കത് കാണണ്ടടി, എനിക്കത് കാണാൻ കഴിയില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ചതായിരുന്നു, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതായിരുന്നു.
ആദ്യമേ എന്നോട് എപ്പോഴും അവൾ പ്രശ്നത്തിലാണ്. ഇനിയായിട്ട് വേണ്ട, ഓളുടെ ഇഷ്ടം തിരഞ്ഞെടുത്ത് പോയതല്ലേ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പെണ്ണെ, ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ സീനത്തിൻ്റെ മുഖം എനിക്ക് കാണണ്ട, ഞാനത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അങ്ങയുടെ മനസ്സിലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കണം. അതെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ തന്നെ അതാ അളിയൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഉസ്താദ്. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷെഫി ഉസ്താദെ, എന്തൊക്കെയുണ്ട്, റാഹത്തല്ലേ? അത് അൽഹംദുലില്ലാ റാഹത്താണ്. അതെ, പ്രാർത്ഥന അത് മാത്രമാണ് നിങ്ങൾ സന്തോഷമായിരിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചല്ലേ. സാരല്ല, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയല്ലോ, അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ കേട്ടോ. പിന്നെ സീനത്ത് അവൾ വന്നിട്ടുണ്ട്, അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെയധികം സേഫ്റ്റിയായ രീതിയിലായിരുന്നു അവളുടെ അവിടുത്തെ ജീവിതം. അതെ, അവിടെയുള്ള യുവാവും ഒരു ഉമ്മയും അവളെ നല്ല രീതിയിൽ സംരക്ഷിച്ചു. അവൾക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു കൊടുത്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, യാതൊരു കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് 1.5 മാസം കൊണ്ട് അവളുടെ ഡെലിവറിയൊക്കെ ഉണ്ടാകും. അത് പക്ഷെ വേറൊരു കാര്യം, എൻ്റെ ഷെഫി ഉസ്താദെ, അവൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ആ യുവാവും അവിടുത്തെ ഉമ്മയും വല്ലാതെ വിഷമിക്കുകയായിരുന്നു. അവർ വളരെയധികം സങ്കടത്തോടെയാണ് യാത്ര അയച്ചത്. ഞങ്ങൾ പിന്നെ ഉപ്പ പറഞ്ഞു നമുക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാം, അങ്ങനെ പറഞ്ഞു. ഉപ്പയുടെ നിർബന്ധത്തിനാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരെ വിചാരിച്ചു പോയി, വേണ്ട അവൾ അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ളത്. എന്താപ്പം ചെയ്യാ? ആണോ? അല്ലാ, ഏതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, പിന്നെ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് അയക്കുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യത്തിനും, ഹോസ്പിറ്റൽ കാര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് അത് നിങ്ങൾ എടുക്കണം കേട്ടോ. ഉസ്താദേ, അത് വേണ്ട, നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടാക്കി പോയതല്ലേ അവള്. അതുകൊണ്ട് ഞങ്ങൾ അവളുടെ കാര്യമൊക്കെ തീരുമാനിച്ചോളാം, ഞങ്ങളൊക്കെ ഏറ്റെടുത്തോളാം. അല്ലല്ല, അത് തരൽ എൻ്റെ ബാധ്യസ്ഥ, എൻ്റെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പിനും അതെടുക്കണം. അല്ലാതെ എനിക്ക് ഉസ്താദേ ആവശ്യമില്ലായിരുന്നു, വിവരം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ടൊന്നല്ല. അല്ല എങ്കിലും നിങ്ങളത്, ഞാൻ കുറച്ച് ക്യാഷ് അയച്ചു തരാം, അത് നിങ്ങൾ അവളുടെ കാര്യങ്ങൾക്ക് എടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് ആലോചിച്ചു. അതെ, അളിയൻ്റെ വോയിസിൽ ഉണ്ട്, അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങൾ അവളുടെ തലാഖിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി, ചെയ്യാനല്ലേ പാടുള്ളൂ. അത് നിങ്ങൾ അതുവരെ അങ്ങനെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ അവൾക്ക് അവളുടെ തൊലാക്ക് നൽകിക്കഴിഞ്ഞാൽ, അതെ, ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ ശല്യം ചെയ്യില്ല ഒരു കാര്യത്തിന് വേണ്ടിയും. അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. റബ്ബേ, അനുവദിച്ച കാര്യങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ് തൊലാക്ക്. പക്ഷേ അവൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്കൊരു ഓപ്ഷനും അതിലില്ല. അതെ, അവൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക എന്ന് തന്നെ. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. സീനത്തിൻ്റെയും കുഞ്ഞിൻ്റെയും ആവശ്യത്തിനുള്ള എല്ലാ ക്യാഷും അതാ ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്ക്, ഉസ്താദിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതാ അളിയൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്ര വലിയൊരു സംഖ്യ അതൊരിക്കലും ആവശ്യമില്ല അവളുടെ ജീവിതത്തിന്. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദിനെ വിളിച്ചു. അളിയ, ഇത്രയൊന്നും വേണ്ടല്ലോ, ഇത് കുറച്ച് കൂടുതലായി പോയല്ലോ. സാരമില്ല, നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങളും എല്ലാം നടക്കണ്ടേ. അതെ, സന്തോഷത്തോടു കൂടി തന്നതാണ്. ഇവിടെ എനിക്ക് ക്യാഷിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കുള്ള സാലറി അതെൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒട്ടും തന്നെ എനിക്ക് എടുക്കേണ്ടതായിട്ടില്ല. കാരണം ഇവിടെയുള്ള ഫുഡ്, റൂം, കാര്യങ്ങൾ എല്ലാം ഇവിടെ എനിക്ക് സൗജന്യമാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും എൻ്റെ ക്യാഷ് ചിലവാക്കേണ്ട ഒരവസ്ഥയും എനിക്കിവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ അത് ധാരാളമായി എടുത്തോളൂ. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അത് പാവങ്ങൾക്ക് കൊടുത്തോളൂ. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ശരിക്കും അവൻ അത്ഭുതപ്പെട്ടു. പാവപ്പെട്ട ഉസ്താദായിരുന്നോ? അതെ, ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ഉസ്താദ്. ആ ഉസ്താദ് അത് പള്ളിദർസിൽ ഉമ്മ കൊണ്ടേയാക്കിയത് പട്ടിണി കൊണ്ടായിരുന്നു. ബാപ്പയില്ലാതെ വളർന്ന ഉസ്താദ് ഇപ്പം അൽഹംദുലില്ലാ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു അവർക്ക് ഇഷ്ടം പോലെ അനുഗ്രഹം നൽകും. അത് ക്ഷമയുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അത്
പഠിക്കാനുള്ള ആഗ്രഹം ആ ഉസ്താദിൽ നല്ലതായിട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി നല്ലൊരു അറബി പെണ്ണിനെയും ഭാര്യയായി കിട്ടി സുഖമായി ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗം അല്ലെങ്കിൽ വരുമാന മാർഗം എന്നതിലുപരി ഖുർആൻ പഠിപ്പിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഫാഷനായി അദ്ദേഹം എടുത്തു. അങ്ങനെ പഠിപ്പിച്ച് കുട്ടിയെ കല്യാണം കഴിച്ചു. മാഷാ അല്ലാ, നല്ല ജീവിതം. ഫാമിലിയെ കൊണ്ടുപോയി. ഉമ്മ അവിടെയാണ്. അത് ഉസ്താദും ഭാര്യയും മക്കളും അവർക്കുള്ള ചാൻസും എല്ലാം കൊടുത്തു. നല്ലൊരു ജീവിതമാണ് ഷെഫി ഉസ്താദിൻ്റേത്. സത്യം പറഞ്ഞാൽ എൻ്റെ പെങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. എൻ്റെ പെങ്ങളാണെങ്കിൽ രാജേഷിൻ്റെ കെണിയിൽപ്പെട്ടങ്ങ് പോയി. സാരമില്ല, ഇനിയൊരിക്കലും ഷെഫി ഉസ്താദിൻ്റെ പെങ്ങളെ ഏറ്റെടുക്കുന്നത് നല്ലതല്ല. കാരണം അത് തെറ്റ് ചെയ്ത് പോയില്ലേ, സാരമില്ല. എന്നാൽ ഈ സമയം അതാ ഷമീറിൻ്റെ വീട്ടിൽ ഷമീറിൻ്റെ ജീവിതത്തിൽ ആകപ്പാടെ ഒരു വിഷമമാണ്, സങ്കടമാണ്, പ്രയാസമാണ്. പഴയ കാര്യങ്ങളിലൊന്നും ഉഷാറ് കിട്ടുന്നില്ല. അത് കൃഷിയിടത്തിലേക്ക് പോകും വരും, പക്ഷേ എന്താണെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മൂകത. സീനത്തിൽ പോയതിനു ശേഷം മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അതെ, ഉമ്മ പറയും, മോനെ ആ ബെഡിൽ കയറി കിടന്നോടാ ഈ തണുപ്പത്ത്, ഇങ്ങനെ തണുപ്പിൽ ഇങ്ങനെ കിടക്കല്ലേ എൻ്റെ പൊന്നു മോനെ എന്ന് പറയുമ്പോഴും ഉമ്മയോട് അവൻ പറയും, ഉമ്മ സീനത്ത് അവൾ എന്തെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ അവൾക്കുള്ളതാണ് ആ ബെഡ്, അത് അവൾക്കുള്ളതാണത്. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങനെ ആലോചിച്ചാൽ എന്താ ഇത്, നിങ്ങൾ അതിന് മാത്രം മനസ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തിട്ടില്ലല്ലോ. പിന്നെന്ന് വെച്ചാൽ നീ നിന്റെ പെങ്ങളുടെ സ്ഥാനത്താണ് അവളെ കണ്ടതും ഒക്കെ, പിന്നെന്താ നീ ഇത്രമാത്രം വിഷമിച്ച് നിൽക്കുന്നത്? ഉമ്മ, എന്തെന്നറിയില്ല, അവൾ എൻ്റെ ആരൊക്കെയോ ആയി കഴിഞ്ഞിരുന്നു. എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണോ അവളെ ഞാൻ കരുതിയതെന്ന് ചോദിച്ചാൽ പെങ്ങൾ മാത്രമായിരുന്നില്ല, പിന്നെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്തോ? ഹേയ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരിയോ, എൻ്റെ കളിക്കൂട്ടുകാരിയോ? എനിക്കറിയില്ല ഉമ്മ, എനിക്ക് അവൾ ആരൊക്കെ ആയി മാറിമ്മ. സത്യമായിട്ടും ഉമ്മയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ഉമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഇനി മറ്റൊരു ജീവിതം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറന്നു വരുമോ? നമുക്ക് ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, എൻ്റെ പൊന്നുമ്മ, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല. എൻ്റെ ഉമ്മ എന്നെ നിർബന്ധിക്കരുത് അതിന് വേണ്ടിയിട്ട്. എന്നാ മോനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ സ്വീകരിക്കുമോ? എന്തോ ഉമ്മ? നിനക്ക് സീനത്തിന് അത്യങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നാലോ? അത് കേട്ടപ്പോൾ ഷമീറിൻ്റെ മനസ്സിൽ, ഉമ്മ അത് മറ്റൊരാളുടെ ഭാര്യയാണുമ്മ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അല്ല, അതൊക്കെ ശരി തന്നെയാണ്, മറ്റൊരാളുടെ ഭാര്യയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ഇപ്പോഴെന്നല്ല പറഞ്ഞത്. അതെ, ഒരു പക്ഷേ അവൻ അവളെ തൊലാക്ക് ചെല്ലാതിരിക്കുമോ ഇനി? അഥവാ ചൊല്ലിയിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ ചൊല്ലിയാൽ തന്നെ എന്താ, എൻ്റെ കുട്ടിക്ക് സ്വീകരിക്കാൻ തയ്യാറാണോ അവളെ? ശരിക്കും ഷമീർ ഒന്ന് ഞെട്ടി. അവൻ മറുപടി ഒന്നും അതിന് പറഞ്ഞില്ല. ഉമ്മ, അത് എൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതെ, നിനക്ക് അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അത് നടത്തിത്തരും. എന്താ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ എന്താ, നമ്മളൊരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഉമ്മ, ഞാനതിനെക്കുറിച്ചൊന്നും. മോനെ, നിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ലൊരു കാര്യമായിരിക്കും. ഇനി ആ പെണ്ണ് അനാഥമായ വീട്ടിൽ നിൽക്കുന്ന അവസ്ഥയല്ലേ? അല്ലുമ്മ, അതൊന്നും പറയാനായിട്ടില്ല. അതെ, അവളുടെ ഭർത്താവ് ഒരു ഉസ്താദാണ്. ആ ഉസ്താദിൻ്റെ ആ ഒരു സമ്മതം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. മോനെ, തൊലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെന്താ? അതൊന്നും വിഷയമുള്ള കാര്യമല്ല. എൻ്റെ മോനെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതാണോ ആ ബെഡ് അവൾക്ക് വേണ്ടി നീ ഒഴിച്ചിട്ടത്? ഉമ്മ, അത് ഞാനെന്താ പറയുക, അതിന് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എൻ്റെ ആരൊക്കെയോ അവൾ മാറിക്കഴിഞ്ഞുമ്മ. സാരമില്ല, ഇനി അവൾ പോയില്ലേ, ഇനി പോയെങ്കിൽ അവളെ തിരിച്ചു കിട്ടാനൊക്കെ നമുക്കൊരു പക്ഷേ പ്രയാസമായിരിക്കും. ഇനിയൊരു പക്ഷേ അവർ വേറെ വിവാഹം കഴിപ്പിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു വീട്ടിലേക്കൊക്കെ അവൾ എങ്ങനെ വരാനാ മോനെ? അതെ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഇങ്ങോട്ടൊന്നും വരില്ല അവർ. അതിനെക്കുറിച്ചൊന്നും മോൻ ചിന്തിക്കണ്ട. സാരല്ല. ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ, അത് അവൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ഉമ്മ എന്തെന്നറിയില്ല, പഴയ ഉഷാറ് കിട്ടുന്നില്ല. മറ്റേത് അവളുണ്ടാവുമ്പോൾ അവളുടെ കാര്യങ്ങൾ ചെയ്യണം, അവൾക്കുള്ള ഫ്രൂട്ട്സ് സാധനങ്ങൾ, അവൾക്കുള്ള മരുന്നുകൾ, അവൾക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കൊടുക്കണം എന്നൊരു ആവേശമായിരുന്നു, ധൃതിയായിരുന്നു. ഇപ്പോൾ എന്തെന്നറിയില്ല, എനിക്ക് വല്ലാതെ എൻ്റെ ആവേശമെല്ലാം ചോർന്നു പോയതുപോലെ, കൈകാലുകൾക്ക് ഒരു സുഖമില്ല.
ഒന്നിനൊരു ഉത്സാഹമില്ലാത്ത പോലെ ഉമ്മ. എന്തെന്നറിയില്ല, ഒരു എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ പൊന്നു മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം തരും. എന്തായാലും നമ്മളൊരാളെ സംരക്ഷിച്ചിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ പോലും ആരെയും വിഷമിപ്പിച്ചിട്ടില്ലല്ലോ. അത് ആ കുട്ടി രക്ഷയ്ക്ക് അപേക്ഷിച്ചപ്പോൾ ആ പെണ്ണ് നമ്മൾ രക്ഷിച്ചതല്ലേ. ഉമ്മ, എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതെ ഇനി ഒന്നിനും നിൽക്കണ്ട. അതെ, അവൻ ശരിക്കും ഒരു മന്ദഗതിയിലായിട്ടുണ്ട് സീനത്ത് പോയതിനു ശേഷം. എന്നാൽ അവൻ അന്നും കൃഷിയിടത്തിലേക്ക് വന്നു. എന്നാൽ രാജേഷ് അവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ് രാജേഷിനുള്ളത്. കാരണം എൻ്റെ വലിയൊരു സ്വത്ത് അവൻ തട്ടിയെടുത്തു കഴിഞ്ഞു. അത് നഷ്ടപ്പെടുത്തിയത് അവൻ തന്നെയാണ്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഒരു പക്ഷേ എന്നെ കണ്ടാൽ അവൻ വെറുതെ വിടില്ല, എൻ്റെ കൈകാലുകൾ ഒടിക്കും. പക്ഷേ രണ്ടാളെ നിർത്തിയിട്ട് അവനങ്ങ് ഇല്ലാതാക്കാൻ രാജേഷിന് മടിയൊന്നുമില്ല. പൈസ അങ്ങോട്ട് എറിഞ്ഞാൽ ആളെ കിട്ടും. തോട്ടത്തിലേക്ക് വരുമല്ലോ പുലർച്ചെ വെളിച്ചം വെക്കുന്നതിന് മുമ്പ്. അതിനു മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അല്ലാഞ്ഞാൽ അവൻ ഇനിയും എനിക്കുള്ള നഷ്ടം, എൻ്റെ കോടികളാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. അവൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ, എനിക്ക് നന്നായിട്ടറിയാം. അവൻ തന്നെ, വേറെ ആരുമല്ല. പക്ഷേ അവൻ്റെ മുമ്പിലേക്ക് എനിക്കിറങ്ങാൻ മടിയാണ്. അവന് വകവരുത്തുവാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രാജേഷ്. കുതന്ത്രങ്ങൾ അവൻ്റെ മേൽ ഏൽക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നൂർജഹാൻ്റെയും നമ്മുടെ മുനവ്വർ ഉസ്താദിൻ്റെയും കഥ അതന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നല്ലോ അല്ലേ? ആ ഉമ്മ പറയുകയാണ്, മോനെ, എന്തൊക്കെ തന്നെയായാലും അവളെ സ്വീകരിക്കാൻ എനിക്ക് സമ്മതമുള്ളൂ. ഒരു കുഞ്ഞുണ്ടായാൽ എന്താ, അവളുടെ ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ എന്താ, നമുക്ക് സംരക്ഷിച്ചൂടെ അവരെ? ഉമ്മയുടെ വാക്ക് അതുതന്നെയായിരുന്നു. ഉമ്മക്ക് അത്രക്കും ഇഷ്ടവുമായിരുന്നു അത്. പൊന്നു മോനെ, അതിനെന്താ, കുഞ്ഞിനെ നമുക്ക് സംരക്ഷിച്ചൂടെ? ഞാൻ നോക്കിക്കോളാടാ. ഭർത്താവില്ലാത്ത കുട്ടിയാണെങ്കിൽ എന്താ, എനിക്ക് ആ കുട്ടിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇതിനിടയ്ക്ക് അതാ അവൾക്ക് 9 മാസം തികഞ്ഞു. 10ാം മാസത്തിലേക്ക് അവൾ പ്രവേശിച്ചു. അന്ന് ഹോസ്പിറ്റൽ കാര്യങ്ങൾ അവിടേക്കൊന്നും അവർ കൊണ്ടുപോകുന്നില്ല. അതിനുള്ള അവിടെ എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു പ്രസവിച്ചിരുന്നത്. അവൾക്ക് പ്രസവവേദന വന്നു. നമ്മുടെ ഉസ്താദ് അടുത്തുള്ള സമയത്തായിരുന്നു അവൾക്ക് പ്രസവവേദന വന്നത്. ആ ഒരു പ്രസവവേദന തുടങ്ങിയപ്പോൾ തന്നെ അവിടെയുള്ള പ്രസവമെടുക്കുന്ന സ്ത്രീയെ വിളിച്ചു വരുത്തി. ആദ്യത്തെ പ്രസവമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 ദിവസം വരെ അത് നീണ്ടു നിൽക്കും. അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. ഉസ്താദ് അവൾക്ക് പ്രസവവേദന അനുഭവപ്പെട്ടത് മുതൽ അത് ചൊല്ലിത്തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹം ചൊല്ലിക്കൊണ്ടേയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, അള്ളാഹുവേ, സുഖപ്രസവം നീ നൽകണേ റഹ്മാനെ, യാതൊരു ബുദ്ധിമുട്ട് അവൾക്ക് നീ കൊടുക്കല്ലേ അള്ളാഹുവേ, അവൾക്ക് നീ വേദന കുറച്ച് കൊടുക്കണേ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവവേദനയിലാണ്, വളരെയധികം വിഷമിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തുനിന്ന് ദിക്റുകളും സ്വലാത്തുകളും ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് പ്രസവമെടുക്കുന്ന സ്ത്രീ വന്ന് പറയുന്നു, അവൾക്ക് നല്ല വേദനയുണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിനുള്ളിൽ ഉണ്ടാകും. അങ്ങനെ അവൾ പ്രസവിക്കുവാൻ വേണ്ടി പോകുന്നു. ആ നിമിഷം ആ പ്രസവമെടുക്കുന്ന സ്ത്രീ ചൊല്ലുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവൾ വളരെയധികം വേദനയോടെ പ്രയാസത്തോടെ പ്രസവിക്കുകയാണ്. ആ സ്ത്രീ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു നിമിഷം ഉസ്താദ് പടച്ച റബ്ബിനോട് കൈകൾ മേലോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അപ്പോഴേക്കും ആ സ്ത്രീ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അൽഹംദുലില്ലാ, പ്രസവിച്ചിരിക്കുന്നു കേട്ടോ, ആൺകുട്ടിയാണ്. ഒരു നിമിഷം ആ തറവാട്ടിൽ വല്ലാത്തൊരു സന്തോഷം. എല്ലാവരും പടച്ച റബ്ബിനെ സ്തുതിച്ചു. കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ഉസ്താദിന് അതിലേറെ സങ്കടപ്പെട്ടത്, റബ്ബേ, എൻ്റെ ഉമ്മ, ഇത് കാണാൻ എൻ്റെ ഉമ്മയില്ലല്ലോ, ഉമ്മ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അരികിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയാലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും
താൻ ചെയ്ത കാര്യം ആലോചിച്ചു. അല്ലാ റഹ്മാനെ, എൻ്റെ കുഞ്ഞ് റഹ്മാനെ, പഠിച്ചോനെ. അതെ, ഉമ്മയുടെ ആഗ്രഹ പ്രകാരം അവളെയും കുഞ്ഞിനെയും കൊണ്ട് പോകണം. അതെ, എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ, ഭർത്താവില്ലെങ്കിൽ ആ കുഞ്ഞിനെ നമുക്ക് സംരക്ഷിക്കാം. പാവം എൻ്റെ ഉമ്മ. അല്ലാ റഹ്മാനെ. എന്നാൽ അപ്പോഴേക്കും അതാ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നു. മാഷാ അല്ലാ. അതെ, കുഞ്ഞിനെ നോക്കിയപ്പോൾ സുന്ദരനായ ഒരു പൊന്നുമോൻ. അതെ, അവൻ്റെ മുഖം കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അപ്പോൾ തന്നെ ആ കുഞ്ഞിന് പേരിട്ടു മുഹമ്മദ്. അതെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പേര് തന്നെ കുഞ്ഞിന് നൽകി. എല്ലാവരും കുഞ്ഞിനെ മാറി മാറി എടുത്തു. ഉസ്താദിൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അറിഞ്ഞില്ലല്ലോ റബ്ബേ എനിക്കൊരു കുഞ്ഞ് പിറന്നത്. അള്ളാഹു, എൻ്റെ ഉമ്മാക്ക് പഠിച്ചോനെ എന്ത് ഞാൻ ചെയ്യാം. അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അങ്ങനെ അതാ കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് ഉസ്താദ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. സന്തോഷത്തോടു കൂടി ഉമ്മയോട് എങ്ങനെ പറയണം ഇത് എന്ന് അറിയുന്നില്ല. എങ്കിലും പക്ഷേ ആ ഉമ്മ തന്നെ തിരിച്ചു ചോദിച്ചു, മോനെ, ഞാൻ പറഞ്ഞ നൂർജഹാൻ എന്ന കുട്ടി, ആ കുട്ടിയുടെ പ്രസവം കഴിഞ്ഞോ മോനെ? ശരിക്കും ഉസ്താദ് അത്ഭുതപ്പെട്ടു. റബ്ബേ, എൻ്റെ ഉമ്മക്ക് എന്താ വഹി എന്തെങ്കിലും കിട്ടിയോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ മാമനും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ? മോനെ, പ്രസവമൊക്കെ കഴിഞ്ഞെങ്കിലേ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. കുഞ്ഞിന് ഞാൻ നോക്കിക്കൊണ്ട്. പാവമല്ലേ, ആരുമില്ലാത്തവളല്ലേ, ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനൊരു കോട്ടും തട്ടിയിട്ടില്ല. മാഷാ അല്ലാ, കുഞ്ഞ് നല്ല മോളാണ്. പൊന്നു മോനെ. അത് ഉമ്മ നിർബന്ധിക്കുകയാണ് വീണ്ടും വീണ്ടും. അതിനു വേണ്ടി ഉസ്താദ് വിചാരിക്കുന്നു, പഠിച്ചോനെ, പ്രസവിച്ച ഉടനെ എന്തായാലും ഇവർ വിടില്ല, എന്തായാലും കുറച്ച് ദിവസം കഴിയാതെ. അല്ലാ. എന്നാൽ ആ സമയത്ത് തന്നെ ഉസ്താദ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഇൻഷാ അല്ലാ, ഉമ്മൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഉമ്മ ഒന്ന് പോയി കാണി ആദ്യമൊന്ന്. അല്ല മോനെ, എനിക്ക് കാണേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ ആ കുട്ടിയെ കണ്ടതല്ലേ. അല്ലുമ്മ, എന്നാലും എൻ്റെ ഉമ്മ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ. മോനെ, എനിക്ക് ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഞാൻ കണ്ടതാണ്. ഇത് നിൻ്റെ സന്തോഷത്തിന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പോവുകയും ചെയ്യാം. ഉമ്മ, എന്ന് കുറച്ച് ദിവസം കൊണ്ട് കഴിയട്ടെ ഇൻഷാ അല്ലാ. പൊന്നും മോനെ, ഇനി നീട്ടിടല്ലടാ, ഉമ്മക്ക് നല്ല മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. ഉമ്മയുടെ ആ ഒരു സന്തോഷകരമായ വാക്ക്, അത് അദ്ദേഹം വീണ്ടും പടച്ച റബ്ബിനെ സ്തുതിച്ചു. അള്ളാഹുവേ, എല്ലാം നീ ഹൈറാക്കി നേരെയാക്കി തന്നല്ലോ. എൻ്റെ ഉമ്മയുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാതെ എല്ലാം ഇങ്ങനെയാക്കി. അല്ലാ, എൻ്റെ ഉമ്മയോട് ഈ സത്യങ്ങളെല്ലാം ഒന്ന് എനിക്ക് തുറന്ന് പറയണം. എന്നിട്ട് ഉമ്മയുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയണം, മാപ്പപേക്ഷിക്കണം. അതിനുവേണ്ടി ഉസ്താദ് കാത്തിരുന്നു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പിന്നീടൊരിക്കൽ പറയാം. എന്തൊക്കെ തന്നെയാലും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറി വിട്ടപ്പോൾ അതിൽ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പേര് മാറിപ്പോയിട്ടുണ്ട്. റസിയ എന്നുള്ളതിന് പകരം സീനത്തായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ കമൻ്റൊക്കെ എഴുതി. ഞാൻ ഇന്നലെ കുറച്ചൊരു ഉറക്കത്തിലായിരുന്നു അത് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങോട്ട് അത് വ്യക്തമായി പറയാൻ അങ്ങോട്ട് പിഴച്ചിക്കണ്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ട് തെറ്റുകളൊക്കെ തിരുത്തി തന്നതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി വായിക്കണം കേട്ടോ. നിങ്ങളങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ, എന്നെ നിങ്ങൾ കുറ്റം പറയില്ലെങ്കിൽ നന്നായിട്ട് അറിയാം. പക്ഷേ പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കോട്ടക്കൽ വീട്ടിലാണ്. അപ്പോൾ അതിൻ്റേതായ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അവരുടെ കൂടെ കുറച്ച് സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ടല്ല നമ്മൾ വരുന്നത്. നമ്മൾ വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കഥയിലേക്ക് അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാറില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മറ്റേ രണ്ടാം കെട്ട് എന്നുള്ള സ്റ്റോറി ഉണ്ടല്ലോ, ആലിയാൻ്റെ കഥ, അതൊക്കെ ഇൻഷാ അല്ലാ അവിടെ എത്തിയിട്ട് ഞാൻ വിടണ്ട കേട്ടോ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.